കേരളത്തിൻ്റെ കിരീടത്തിലെ പച്ചമണി എന്നറിയപ്പെടുന്ന മൂന്നാർ ഇന്ന് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ സ്വപ്ന സ്ഥലമാണ്. പക്ഷേ മൂന്നാറിൻ്റെ മലകളിൽ ഒളിഞ്ഞുകിടക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, സമ്പന്നമായൊരു ചരിത്രവുമുണ്ട്. മൂന്നാർ എന്ന പേര് മൂന്ന് നദികൾ സംഗമിക്കുന്നിടത്തു നിന്നാണ് വന്നത്. മുത്തിരപ്പുഴ, നള്ളത്താണി, കുടാലി. ആദ്യം ഇവിടെ താമസിച്ചിരുന്നത് മലായന്മാരും മുടുവന്മാരുമായ ആദിവാസികളായിരുന്നു. അവർ പ്രകൃതിയോടൊത്ത് ജീവിച്ചിരുന്നവരായിരുന്നു. വേട്ടയാടലും ശേഖരണവുമായിരുന്നു അവരുടെ ഉപജീവനം. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ മൂന്നാറിനെ കണ്ടെത്തി. ഇംഗ്ലീഷ് സർവേയർ ജോൺ ഡാനിയൽ മലകൾ കണ്ടറിഞ്ഞു. ഇവിടെ കാലാവസ്ഥയും മണ്ണും ചായകൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ വലിയൊരു പരീക്ഷണത്തിന് തുടക്കമിട്ടു. അങ്ങനെ രൂപം കൊണ്ടു കണ്ണൻ ദേവൻ പ്ലാന്റേഷൻസ്. മൂന്നാറിനെ ലോകപ്രസിദ്ധമായ ഒരു ചായോൽപാദന കേന്ദ്രമാക്കി മാറ്റി. ചായത്തോട്ടങ്ങൾക്കായി തെക്കേ ഇന്ത്യയിലുടനീളം ആയിരക്കണക്കിന് തൊഴിലാളികളെ മൂന്നാറിലേക്ക് കൊണ്ടുവന്നു. മലകൾക്കിടയിൽ കുടിയേറി ഗ്രാമങ്ങളും കോളനികളും രൂപപ്പെട്ടു. അവർ ഏറെ കഷ്ടപ്പാടുകളിലൂടെ മൂന്നാറിൻ്റെ മുഖം പച്ചക്കടലാക്കി മാറ്റി. തൊഴിലാളികളുടെ ഈ ജീവിതം തന്നെയാണ് പിന്നീട് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും സമരങ്ങൾക്കും അടിത്തറയായത്. സ്വാതന്ത്ര്യത്തിന് ശേഷം മൂന്നാറിലെ ഭൂരിഭാഗം ചായത്തോട്ടങ്ങളും ടാറ്റ ടീയുടെ കീഴിലായി. ഇന്നും മൂന്നാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചായ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് കാലത്തെ അവശിഷ്ടങ്ങൾ, പഴയ ബംഗ്ലാവുകൾ, തോട്ടങ്ങൾ ഇന്നും മൂന്നാറിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ മൂന്നാർ ലോകസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. എരവികുളം ദേശീയോദ്യാനം അപൂർവ ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ആനമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അനവധി ചായത്തോട്ടങ്ങൾ, പച്ചപ്പുല്ലിൻ മലകൾ, വെള്ളച്ചാട്ടങ്ങൾ, ചരിത്രവും പ്രകൃതിയും കൈകോർക്കുന്ന മൂന്നാർ ഇന്നും മലയാളത്തിൻ്റെ അഭിമാനമാണ്. മൂന്നാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ചരിത്രവും പ്രകൃതിയും ചേർന്നൊരു ജീവിത കഥയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.